കുടുംബശ്രീ അംഗങ്ങൾ, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, ഹരിതകർമ്മസേന അംഗങ്ങൾ, വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, താലൂക്ക് ആശുപത്രിയിലെയും മറ്റ് ഘടക സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ എന്നിവർ അണിനിരക്കുന്ന ഘോഷയാത്രയിൽ അകമ്പടിയായി ചെണ്ടമേളം, പഞ്ചവാദ്യം, പൂക്കാവടി, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവ അണിയണിയായി നീങ്ങുന്നു. സാമൂഹ്യ സാംസ്കാരിക തനിമയും ഒപ്പം തന്നെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ദേശസ്നേഹികളായ നാടിനെ, രാജ്യത്തെ, ഭാരതത്തെ ഹൃദയത്തിലേക്ക് നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ് ബഹുമാനപ്പെട്ട അംഗമായ നഗരസഭാ പിതാവ് അഡ്വക്കേറ്റ് ശ്രീ അപ്പോൾ മഴവിലെ സത്യവാദങ്ങൾ പോലെ നഗരസഭാ ഭരണസമിതി അംഗങ്ങളെ ഉദ്യോഗസ്ഥരെ ഒന്നിച്ചു കൂട്ടുന്ന അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. അതുപോലെ പ്രിയപ്പെട്ട നാട്ടുകാർ എല്ലാവർക്കും നമസ്കാരം.
ഏതായാലും വ്യാപാര സ്ഥാപനങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാ മേഖലയിൽപ്പെട്ട ആളുകളും ഈ 79ാം സ്വാതന്ത്ര്യ ദിനാഘോഷവും കൊണ്ട് ഇന്ത്യയെ ഇന്ന് ലോകത്തെ വൻ ശക്തികളിലൊന്നാക്കി മാറ്റാൻ കഴിഞ്ഞുവെന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ഇന്ന് ഓരോ ഇന്ത്യക്കാരനും ലോകത്തെവിടെ ചെന്നും ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറയുവാനുള്ള ആത്മധൈര്യമുള്ളൊരവസ്ഥയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 79ാം സ്വാതന്ത്ര്യ ദിനത്തിന് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും നേർന്നുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ബഹുമാനായ അധ്യക്ഷൻ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, ബഹുമാനരായ നമ്മുടെ മുൻ ജനപ്രതികളായ ജോയി, ആദരണീയനായ ഫാദർ, പൊതുസമ്മേളനത്തിലും പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എൻ്റെ ഇന്ത്യയിലെ ജനകോടികളെ കോർത്തിണക്കി മുന്നോട്ട് പോയ ദേശീയ നേതാക്കന്മാർ, ഇതെല്ലാം നമ്മുടെ സ്മരണകളിലൂടെ കടന്നുപോകും. സ്വാഭാവികമായും ഈ സ്വാതന്ത്ര്യം കരഗതമാക്കുന്നതിന് നടത്തിയ ധീരമായ ഏറെ പ്രിയങ്കരനായ മുനിസിപ്പൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിയോ പോൾ, ഉദ്ഘാടകൻ ബഹുമാനായ MP ശ്രീ ബെന്നി ബെഹനാൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഏറെ ബഹുമാനപ്പെട്ട വിശിഷ്ട വ്യക്തികളെ, ഏറെ പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ആദ്യമേ തന്നെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ വളരെ സ്നേഹപൂർവ്വം നേരുകയാണ്. നിറവേറിയെന്നുള്ളതിനെ കുറിച്ച് പറയുന്നതിനേക്കാൾ മറ്റൊരു കാര്യം, ഇന്ന് നാം ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ രാജ്യം നേടിയ മഹാത്മാഗാന്ധി നേതൃത്വം നൽകിയ സമരപര പരിപാടികളും പാതയിലൂടെയാണെങ്കിലും ഒരു കാര്യം നാം വിസ്മരിച്ചുകൂടാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം മഹാനി ഉയർത്തിയ കണ്ടുപിടിച്ച ഇൻകുലാബ് സിന്ദാബാദ് എന്നുള്ള ആ മുദ്രാവാക്യം സർദാർ ഭഗത് സിംഗിലൂടെ അത് രാജ്യമൊട്ടാകെ അലയടിച്ചു കൊണ്ടിരിക്കുന്ന വിപ്ലവം ജയിക്കട്ടെ എന്നുള്ള ആ മുദ്രാവാക്യത്തിൻ്റെ പ്രസക്തിയും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ആളുകളും ഈ സമാധാന സമരത്തിൻ്റെ കൂടെ ജീവൻ അർപ്പിക്കാൻ വേണ്ടി രംഗത്ത് വന്ന കാര്യം വിസ്മരിക്കരുതെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ഇന്ന് രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ്. നീതിചിന്ത, ആശയ ആവിഷ്കാരം, വിശ്വാസം, ഭക്തി, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യ, സ്ഥാനമാനങ്ങൾ, അവസരങ്ങൾ എന്നിവയുടെ സമത്വം എന്നിവ ഉറപ്പുവരുത്തുന്നതിന് വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പും വരുത്തുന്നതിനും സാഹോദര്യം എല്ലാവരിലും വളർത്തുന്നതിനും ദൃഢമായ നിശ്ചയം ചെയ്തുകൊണ്ട് നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന പരിരക്ഷയെക്കുറിച്ചുള്ള ആ ഒരു വലിയ ചിന്തയാണ് നമുക്കിതിന് തരിക. ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് സംഘടിപ്പിച്ച നഗരസഭയുടെ ചെയർമാൻ ശ്രീ ഷിയോ പോളിനെ എല്ലാവരുടെയും പേരിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്ത നഗരസഭയിലെ എല്ലാ മെമ്പേഴ്സിനെയും അതിൻ്റെ സാരഥികളെയും സഹപ്രവർത്തകരെയും എല്ലാം പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. കഴിയുന്നില്ല, നല്ലൊരു കൈയടി തന്നെ നമുക്ക് കൊടുക്കാം. നാഷണൽ റോളർ സ്കേറ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ തേർഡ് പ്രൈസ് കരസ്ഥമാക്കിയ ഹെറോൺ ജോസഫ് ജിനോയ്.